ആകാശം ഇടിഞ്ഞു വീണ് ഇടിനാശമെന്ന് കേട്ടാലും ഒരു സുബൈദയും ഇനി ആടിനെ വിൽക്കില്ല. 10,000 രൂപ ചായക്കടയിൽ നിന്ന് കിട്ടിയ വരുമാനവും പിന്നെ പെൻഷൻ കിട്ടിയ 2 പേർക്ക് കിട്ടിയ പെൻഷനും എനിക്ക് 10,000 രൂപ ഒരു പലിശ കൊടുക്കണമായിരുന്നു. ആൾക്കാരെ എനിക്ക് സ്വർണ്ണമൊക്കെ പിടിച്ച് പണയം വെച്ചത് അത് കൊടുക്കാൻ വേണ്ടി പിന്നെ ഞാൻ പോയി ബാങ്കിൽ നിന്ന് എടുത്തതാണ്. വീട്ടിൽ കൊണ്ടുവച്ച് അന്ന് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ കൊടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഇന്നലെ രാവിലെ ചായ കടയിൽ നിന്ന് വീട്ടിൽ ചെന്ന് വാർത്ത കിട്ടപ്പോഴാണ് വാർത്ത പറയുന്നത്. അപ്പം ഇത് എല്ലാവരും സഹായങ്ങളും ചെയ്യാനുള്ളത്. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ ഭർത്താവ് പറഞ്ഞൊരു കാര്യം ചെയ്യുക, ആ പൈസ എടുത്ത് പെട്ടെന്ന് സാരി എടുത്ത് കൊടുത്ത് കളക്ടറേറ്റിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അത് പലിശയൊക്കെ അവിടെ കിടക്കട്ട് ഇത് കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ നമുക്കിത് നേരിട്ട് വയനാട്ടിൽ പോയി കൊടുക്കാൻ പറ്റത്തില്ല. ആർക്കെങ്കിലും കുടിവെള്ളമോ ആഹാരമോ ഒരു നേരത്തേക്ക് 10 കവർ ബിസ്ക്കറ്റോ ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തത്. അപ്പോൾ അവരുടെ നാവുമ്പോൾ നേരിട്ട് കൊടുത്തോളുമല്ലോ. അപ്പോൾ ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെടട്ടെ. ഇതിപ്പോൾ ഞാൻ കൂട്ടി വെച്ചിട്ട് ചിലപ്പോൾ ഞാൻ ഉരുണ്ട് വീണ് മരിച്ചു പോയാൽ ഈ 10,000 പലിശയും കൊടുക്കാൻ ഒക്കത്തില്ല, ഇതും നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ സഹായം ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം ആടിനെ വിറ്റിട്ടായിരുന്നു കൊടുത്തത് അല്ലേ? കൊടുത്തത് ആടിനെ വിറ്റായിരുന്നു. അന്ന് 4 ആടോ അങ്ങോട്ട് വിറ്റായിരുന്നു. വിറ്റ് പിന്നെ എനിക്ക് അവിടുന്ന് 5 ആട്ടിനെ കിട്ടിയായിരുന്നു. അതെല്ലാം ഇവിടെ മലപ്പുറത്തുള്ള എല്ലാ ഹോട്ടലിൽ നടത്തുന്ന കൊച്ചുങ്ങൾ കൊടുത്തു ഇവരെല്ലാവരും കൊണ്ട്. 3 ആടുണ്ട്. ബാക്കി കുറേയൊക്കെ പട്ടി കടിച്ച് എല്ലാമൊക്കെ ചത്തുപോയി. പിന്നെ 3 ആടുണ്ട്. അതിൻ്റെ വരുമാനമൊന്നും ഇല്ല. പിന്നെ അതുകൊണ്ടൊക്കെ അങ്ങ് നടക്കുന്നു. പിന്നെ ഉള്ളത് കിട്ടുന്നതാവട്ടെ എന്ന് കിട്ടുന്നതിൽ പങ്ക് അവർക്ക് കൊടുക്കാമെന്നില്ല. എനിക്ക് നേരിട്ട് പോയി കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അതുകൊണ്ട് പറ്റത്തില്ല. അത്രയും ദൂരത്ത് പോകാനൊക്കുവോ വിത്തോ. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തു വിട്ടത്. പിന്നെ എൻ്റെ അനിയനും എൻ്റെ മോളെ ഭർത്താവും മരുമോനും അവിടുന്ന് കുറേ ആൾക്കാരൊക്കെ ഇന്നലെ മെനഞ്ഞാന്നും ഇന്ന് വൈകിട്ടും പോകുന്നുണ്ട് സാധനങ്ങളൊക്കെ ആയിട്ട് വണ്ടിയിൽ. ഇപ്പോൾ ഇവിടെ വന്ന് വിളിച്ചിട്ട് പോയി. അനിയൻ വന്ന് വിളിച്ച് ചേട്ടത്തി വാ വണ്ടിയിൽ കൊണ്ടുപോവാ സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ടെങ്കിൽ. അപ്പോൾ അയാൾ അന്നേരം ആ മൊബൈലിൽ കണ്ടതും അറിഞ്ഞത്. എന്നിട്ട് പറഞ്ഞു എന്നെ വിളിച്ച് പറയാൻ എന്ത് വണ്ടിയിൽ നമുക്ക് നേരിട്ട് പോരുത്. ഞാൻ പറഞ്ഞു വേണ്ട, ഇവിടുന്ന് അവിടെ വരെയൊക്കെ ഞാൻ വരുന്നെന്ന് വെച്ചാൽ പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. അതുകൊണ്ട് അങ്ങ് ഞാൻ ഇവിടെ കൊണ്ട് കൊടുത്തേന്ന് പറഞ്ഞു. കളക്ടറായി കൊടുത്ത് സന്തോഷമായി. അവിടെ ചെന്നപ്പോൾ അതേ കണക്കത്തെ സ്നേഹവും സന്തോഷവും കിട്ടിയത്. അവിടെ ഇത് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഉടനെ തന്നെ ആള് ചെന്ന് പറഞ്ഞപ്പോൾ എന്നെ അകത്ത് വിളിപ്പിച്ച് നല്ല രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു അവിടുന്ന് കിട്ടിയത്. വയനാടിന് കൈത്താങ്ങുന്നത് സുബൈദ ഉമ്മയെ പോലെയുള്ളവരുടെ നല്ല മനസ്സാണ്. എല്ലാവരും ഈ ഒരു മാതൃക പിന്തുടരണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറി നമുക്കും സഹായിക്കാം.